വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ നേഹാസ് അലാം ക്ലോക്ക് എന്ന ലെസനാണ്. നമുക്ക് ലെസണിലേക്ക് പോകാം. നേഹാസ് അലാം ക്ലോക്ക്. നറേറ്റർ. റിങ് റിങ് റിങ്. ആരാ ഈ നറേറ്റർ? നറേറ്റർ എന്ന് പറഞ്ഞാൽ അത് വിവരിക്കുന്ന ആളെന്നേ ഉള്ളൂ. നറേറ്റർ പറയുകയാണ്, റിങ് റിങ് റിങ്, ഓഫ് ഗോസ് അലാറം ക്ലോക്ക്. റിങ് 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 നടിച്ചു. അലാറം ക്ലോക്ക് ബെല്ലടിച്ചങ്ങ് നിന്നു. അറ്റ് 6 o'clock in the morning, രാവിലെ 6 മണിക്ക്. നെഹ മേക്സ് എ ഫേസ് ആൻഡ് കവറിങ് ഹെർ ഇയേഴ്സ് വിത്ത് എ പില്ലോ. നെഹ മുഖമൊന്ന് കൂട്ടി, എന്നിട്ട് തലേണ കൊണ്ട് ചെവി ഒന്ന് മൂടി. സ്നഗിൾസ് അണ്ടർ ദ വാം ബ്ലാങ്കറ്റ്. അവൾ ചെറു ചൂടുള്ള പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടി. മനസ്സിലായോ? രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്, അതാ. ബട്ട് ഷീ നോസ്, പക്ഷേ അവൾക്കറിയാം. ഷീ ഹാസ് ടു ഗെറ്റ് അപ്പ്, അവൾക്ക് ഉണരേണ്ടി വരുമെന്ന് അറിയാം. ഷീ മട്ടേഴ്സ് ടു ഹെർസെൽഫ്, അവൾ സ്വയം പിറുപിറുത്തു. അല്ലേ? മട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മർമേഴ്സ്, സ്വയം പിറുപിറുത്തു. നെഹ പറയുകയാണ്, ദിസ് അലാം ക്ലോക്ക് rings at 6 and pulls me out of the bed. ഈ അലാറം ക്ലോക്ക് രാവിലെ 6 മണിക്ക് എന്നും ബെല്ലടിക്കും, എന്നിട്ട് എന്നെ കിടക്കയിൽ നിന്നും വലിച്ചു പുറത്തിടും. ഇറ്റ് ഈസ് സോ അൺഫെയർ, ഇത് വളരെ മോശമാണ് കേട്ടോ. ഓ, ഹൗ ഐ വുഡ് ലവ് ടു സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ ഇൻ ദ മോർണിംഗ്. ഓ, ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നോ രാവിലെ കുറച്ച് നേരം കൂടി ഉറങ്ങാൻ. ഐ വിഷ് ദിസ് ക്ലോക്ക് വുഡ് ഫർഗറ്റ് ഇറ്റ്സ് ജോബ് സംടൈംസ്. ഈ ക്ലോക്ക് അതിൻ്റെ ജോലി ചിലപ്പോഴെങ്കിലും മറന്നിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നറേറ്റർ പറയുകയാണ്, സംതിങ് ഫോൾസ്, അതാ എന്തോ വീഴുന്നു. നെഹ സ്മൈൽസ്, നെഹ ചിരിക്കുന്നു. നെഹ, ഓ മൈ ക്ലോക്ക് ഹാസ് ഫോളൻ. ഓ, എൻ്റെ ക്ലോക്ക് താഴെ വീണു. ഹൗ ഹാപ്പി ഐ ആം ടുമോറോ. നാളെ ഞാൻ എത്രമാത്രം സന്തോഷവതിയായിരിക്കുമെന്നോ. ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്, എനിക്ക് താമസിച്ചുണർന്നാൽ മതി. നറേറ്റർ പറയുകയാണ്, നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോ അലാം. അടുത്ത ദിവസം യാതൊരു അലാറവും ഇല്ലായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ അലാറം ഉണ്ടാവില്ല, അല്ലേ? സോ ഷീ സ്ലീപ്സ് ആൻഡ് സ്ലീപ്സ്. അലാറം ഇല്ലായിരുന്നുകൊണ്ട് അവൾ കൂടുതൽ നേരം ഉറങ്ങി. ദ സ്മോൾ ചാർപ്പിംഗ് ബേർഡ്സ്, ചിലയ്ക്കുന്ന ചെറിയ കിളികളെ, വിച്ച് കംസ് ടു ദ വിൻഡോ സിൽ എവരി മോർണിംഗ്, ഫൈൻ നെഹ സ്റ്റിൽ സ്ലീപ്പിംഗ്. ജനാലപ്പടിയിലെ എല്ലാ പ്രഭാതങ്ങളിലും വരാറുള്ള ചെറിയ ചിലയ്ക്കുന്ന കിളികളില്ലേ, അവ കണ്ടു ഇപ്പോഴും നെഹ കിടന്നുറങ്ങുന്നത്. എന്താ കണ്ടത്? നെഹ ഇപ്പോഴും കിടന്നുറങ്ങുന്നത് അവർ കണ്ടു. ബേർഡ്സ്, വേക്ക് അപ്പ് ഡിയർ, വേക്ക് അപ്പ് ഫാസ്റ്റ്. ബേർഡ്സ് പറയുക, ഉണരൂ പ്രിയമുള്ളവളെ, വേഗത്തിൽ ഉണരൂ. എന്നാരാ പറഞ്ഞത്? എൻ്റെ കിളികൾ പറഞ്ഞു, അല്ലേ? നറേറ്റർ പറയുകയാണ്. നെഹ ഗെറ്റ്സ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട്. നെഹ ഞെട്ടി ഉണർന്നു, അല്ലേ? ഗെറ്റ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട് മീൻസ് ഞെട്ടി ഉണർന്നു. നെഹ, ഓ നോ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ അലാറം ക്ലോക്ക്, ഇറ്റ് ഈസ് ദീസ് ബേർഡ്സ്. ഓ വേണ്ട, ഈ അലാറം ക്ലോക്ക് അല്ല എങ്കിൽ ഈ കിളികൾ. വൈ ഡോണ്ട് ദേ ലീവ് മീ അലോൺ. എന്തുകൊണ്ടാണ് അവർ എന്നെ ഒറ്റയ്ക്ക് വിടാത്തത്? അവർ എന്തിനാണ് എന്നെ ഉണർത്തുന്നതെന്നാണ് അവൾ ചോദിച്ചത് കേട്ടോ. നറേറ്റർ, ഈവൻ ദിസ് വിഷ് ഓഫ് നെഹ കം ട്രൂ. നറേറ്റർ പറയുകയാണ്, നെഹയുടെ ഈ ആഗ്രഹം പോലും സത്യമായി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത പ്രഭാതത്തിൽ, ദർ ഇസ് നോട്ട് ഓൺലി നോ അലാറം ക്ലോക്ക്, അവിടെ അലാറം ക്ലോക്ക് ഇല്ല എന്ന് മാത്രമല്ല, ദർ ഇസ് നോ ബേർഡ്സ് ഐദർ, അവിടെ ഒരു കിളികളും ഇല്ലായിരുന്നു. But there is someone who does not want her to miss the school bus. But there is someone, പക്ഷേ ആരോ ഒരാളുണ്ടായിരുന്നു, who does not want her to miss the school bus. അവൾക്ക് ബസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ആരോ ഒരാളുണ്ടായിരുന്നു. Can you guess who it is? അതാരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? The big bright sun, തിളങ്ങുന്ന വലിയ സൂര്യനെ. ഹി ഫിൽസ് നെഹാസ് റൂം വിത്ത് വാം സ്മൈൽ. സൂര്യൻ അവളുടെ മുറിയെ
തൻ്റെ ഹൃദ്യമായ ചിരികൊണ്ടങ്ങ് നിറച്ചു. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേഹയുടെ മുറിയിൽ നിറഞ്ഞു. നേഹ പറയുകയാണ്, ഓ മൈ ഐസ്, എൻ്റെ കണ്ണുകൾ, ഓ എൻ്റെ കണ്ണുകൾ. നൗ ഇറ്റ് ഈസ് ദ സൺ വേക്കിംഗ് മീ അപ്പ്. ഇപ്പോഴത്തെ സൂര്യൻ എന്നെ ഉണർത്തുന്നത്. വൈ ക്യാൻ ഹീ ലെറ്റ് മീ ബി. എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ തന്നെ വിടാത്തത്? എന്തുകൊണ്ടാണ് എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തതെന്നാ നേഹ ചോദിച്ചതേ. നറേറ്റർ, ഈവൻ ദിസ് വിഷ് ഓഫ് നെഹ കംസ് ട്രൂ. നറേറ്റർ പറയുക, നേഹയുടെ ഈ ആഗ്രഹം പോലും സത്യമായിട്ട് വന്നു. നെക്സ്റ്റ് മോർണിംഗ് ദ സൺ ഈസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. അടുത്ത ഭാഗത്ത് സൂര്യൻ മേഘങ്ങൾക്ക് പുറകിലായിരുന്നു. സൂര്യൻ്റെ വെളിച്ചം മുറിയിൽ വന്നില്ല. അതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചം മുറിക്കുള്ളിൽ എത്തിയില്ല. നേഹയുടെ മുറിക്കുള്ളിൽ സൂര്യൻ്റെ വെളിച്ചം എത്തിയേയില്ല. സോ നേഹ സ്നോഴ്സ് ടിൽ ഷീ ഹേഴ്സ് ഹെർ മദേഴ്സ് വോയിസ്. അതുകൊണ്ട് അവൾ കൂർക്കം വലിച്ചങ്ങുറങ്ങി, അമ്മയുടെ ശബ്ദം കേൾക്കുന്നിടം വരെ. മനസ്സിലായോ? അവൾ അങ്ങ് കിടന്നുറങ്ങി. മദർ, വേക്ക് അപ്പ് സ്ലീപ്പി ഹെഡ്. അമ്മ വന്നു. അമ്മ വിളിച്ചു, വേക്ക് അപ്പ് സ്ലീപ്പി ഹെഡ്. ഉണരൂ ഉറക്കക്കാരി എന്നാ വിളിച്ചത്. ഉണരൂ ഉറക്കക്കാരി, നിനക്ക് ബസ് കിട്ടാതെ വരും അല്ലേ? യു വിൽ മിസ് ദ ബസ്. നിനക്ക് ബസ് കിട്ടാതെ വരും. അമ്മ വിളിച്ചു ഉണർത്തി. നേഹ, ഓ നോ, വൈ ഡസ് മദർ ഹാവ് ടു വേക്ക് മീ അപ്പ്. എന്താ അമ്മ എന്നിങ്ങനെ ഉണർത്തിയത്? നറേറ്റർ, ദർ ഈസ് നോ എസ്കേപ്പ് നോ. ഓ, ഇനി രക്ഷയൊന്നുമില്ല. നേഹ ഗെറ്റ്സ് അപ്പ് ആൻഡ് ഗെറ്റ്സ് റെഡി. നേഹ ഉണർന്നെഴുന്നേറ്റു, പോകാൻ തയ്യാറായി. ക്യാൻ യു ഇമാജിൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം എന്ത് പറ്റിയെന്ന് നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ച് പറയാമോ? നേഹ വേക്സ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട്. നേഹ ഞെട്ടി ഉണർന്നു. ഹെർ വാച്ച് സേയ്സ് ഇറ്റ് ഈസ് 6 o'clock. അവളുടെ വാച്ചിൽ ഇപ്പോൾ 6 മണി ആയതുള്ളൂ. ഷീ കോൾസ് ഔട്ട് ടു ഹെർ മദർ. അവൾ തൻ്റെ അമ്മയെ വിളിച്ചു. നേഹ വിളിക്കുകയാണ്, മാ, ഹൂ വോക്സ് മീ അപ്പ് ടുഡേ? ഇന്ന് എന്നെ ആരാ ഉണർത്തിയത് എന്ന് ചോദിച്ചു. നറേറ്റർ, മദർ സ്മൈൽസ്. അമ്മ ചിരിക്കുന്നു. മദർ, ഹൂ എൽസ്? യു ഓഫ് കോഴ്സ്. വേറെ ആരെയാ? നീ തന്നെയാണ് ഉണർന്നെന്നാണ് പറയുന്നത്. നെഹ പറയാണ്, ബട്ട് ഐ വാസ് സ്ലീപ്പിംഗ്. പക്ഷെ ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു. ഹൗ കുഡ് ഐ? എനിക്കെങ്ങനെ ഉണർത്താൻ കഴിയുമെന്നാണ് ചോദിച്ചത്. ഞാൻ ഉറങ്ങിയായിരുന്നു, എനിക്കെങ്ങനെ സ്വയം ഉണർത്താൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. മദർ, നൗ ടെൽസ് മീ. ഇപ്പം പറയൂ. വൈ ഡു യു ഈറ്റ് യുവർ ലഞ്ച് എവറി ഡേ അറ്റ് 1 o'clock? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് ഉച്ച കഴിഞ്ഞ് 1 മണിയാകുമ്പം ഊണ് കഴിക്കുന്നത്? വൈ ഡു യു ഈറ്റ് യുവർ ലഞ്ച് എവറി ഡേ അറ്റ് 1 o'clock? എന്നും 1 മണി ആകുമ്പോഴുണ്ടല്ലോ നീ ഊണ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? 1 മണിക്ക് ശേഷം ലഞ്ച് കഴിക്കുന്നത് ചോദിക്കുന്നത്. അപ്പം നെഹ പറഞ്ഞു, ബിക്കോസ് ഐ ഫീൽ ഹംഗ്രി. കാരണം എനിക്ക് അന്നേരം വിശക്കുന്നുണ്ട്. അന്നേരം വിശക്കും. മദർ, വൈ ഡു യു സ്ലീപ്പ് അറ്റ് 9 o'clock ഇൻ ദ നൈറ്റ്? വൈ ഡു യു സ്ലീപ്പ് അറ്റ് 9 o'clock എവറി നൈറ്റ്? എന്തുകൊണ്ടാണ് എന്നും 9 മണിക്ക് നീ ഉറങ്ങുന്നത്? നെഹ പറഞ്ഞു, ബിക്കോസ് ഐ ഫീൽ സ്ലീപ്പി. കാരണം എനിക്കപ്പോൾ ഉറക്കം വരും. മദർ, ദർ ഈസ് എ ക്ലോക്ക് ഇൻസൈഡ് യു. നിൻ്റെ ഉള്ളിലൊരു ക്ലോക്കുണ്ടേ, വിച്ച് ടെൽസ് യു വെൻ ടു ഈറ്റ്. അതാണ് നമ്മളോട് എപ്പോൾ കഴിക്കണമെന്ന് പറയുന്നത്. വെൻ ടു സ്ലീപ്പ്, എപ്പോഴാണ് ഉറങ്ങണമെന്ന് പറയുന്നത്. ആൻഡ് വെൻ ടു വേക്ക് അപ്പ്, എപ്പോഴാണ് ഉണരണമെന്ന് പറയുന്നു. നെഹ, ഓ ഐ ബെറ്റർ റഷ് നൗ. ഞാൻ വേഗം ഓടട്ടെ. എങ്ങോട്ടാ? ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദ ബസ്. എനിക്ക് ബസ് മിസ്സാകണ്ട, അതുകൊണ്ട് ഓടാൻ പോവുക. മദർ, റിലാക്സ്, ടുഡേ ഈസ് സൺഡേ. മദർ പറഞ്ഞു, കൂൾ ഡൗൺ, ദിസ് ഈസ് സൺഡേ. ഇത് ഞായറാഴ്ചയാണ്. നേഹ, ഓ നേഹ അങ്ങ് സന്തോഷിക്കുകയാണ്. നേഹ വിളിച്ചു പോവുകയാണ്, ഓ എന്ന്. അപ്പോൾ ഈ ക്ലാസ് തീർന്നു കേട്ടോ. അപ്പോളേ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാവേ. സ്നഗിൾസ് എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കൂടുക എന്നാണ്. പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കൂടി, അതാണ് ഇവിടെ സ്നഗിൾസ് എന്ന് ഉപയോഗിക്കുന്നത്. സ്നഗിൾസ് ചുരുണ്ട് കൂടുക. മട്ടേഴ്സ് മീൻസ് പെറുപെറുത്തു. മർമേഡ് എന്ന
വിൻഡോ സിൽ എന്ന് പറഞ്ഞാൽ ജനൽപ്പടി. റിലാക്സ് മീൻസ് കൂൾ ഡൗൺ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.